വർത്തമാനകാലത്തും മന്ദാർ പർവ്വതം അതിന്റെ ഐതിഹ്യം പേറി തലയുയർത്തി നിൽക്കുന്നു. ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട പുരാണങ്ങളിലൊന്നായ സമുദ്രമന്ഥനുമായി ഈ പർവ്വതം ബന്ധപ്പെട്ടിരിക്കുന്നു. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃത് കടഞ്ഞെടുക്കാൻ ഉപയോഗിച്ച മന്ഥനദണ്ഡായി മന്ദാർ പർവ്വതത്തെയാണ് പുരാണങ്ങൾ വർണ്ണിക്കുന്നത്. വാസുകി നാഗത്തെ കയറായി ഉപയോഗിച്ചുവെന്നും പർവ്വതത്തിൽ വാസുകിയെ ചുറ്റിയ പാടുകൾ കാണാമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഡൽഹിയിൽ നിന്ന് ഏകദേശം 1300 കിലോമീറ്റർ അകലെ ബീഹാറിലെ ബാങ്ക ജില്ലയിലാണ് ഈ പുണ്യഭൂമി. ഇന്നിവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് റോപ്പ് വേ വഴിയും പടികൾ കയറിയും പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകാം. യാത്ര തുടങ്ങുമ്പോൾ തന്നെ പാപഹരണി തടാകം കാണാം. ഈ തടാകത്തിൽ കുളിച്ചാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. തടാകത്തിന്റെ നടുവിലായി ശേഷ്നാഗത്തിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട്. പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകുമ്പോൾ സീതാകുണ്ട് എന്നൊരു കുളം കാണാം. വനവാസകാലത്ത് സീതാദേവി ഇവിടെ കുളിച്ച് ചഡ് പൂജ നടത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് നരസിംഹ ഗുഹ കാണാം. പ്രഹ്ലാദനെ ഹിരണ്യകശിപു ഈ പർവ്വതത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞെന്നും ഭഗവാൻ നരസിംഹ അവതാരം എടുത്തെന്നും പറയപ്പെടുന്ന പുണ്യ സ്ഥലമാണിത്. ഇവിടെ ആകാശഗംഗ എന്ന പേരിൽ ഒരു ഗുഹയിൽ നിന്ന് പ്രകൃതിദത്തമായ ജലം ഒഴുകിയെത്തുന്നത് കാണാം. ഈ വെള്ളം അതിശയകരമായ അനുഭവം നൽകുന്നു. പർവ്വതത്തിന് മുകളിൽ മന്ദാർനാഥ് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. സമുദ്രമന്ഥനിൽ ഉയർന്നു വന്ന കാളകൂട വിഷം ശംഖിലായിരുന്നുവെന്നും ഭഗവാൻ ശിവൻ കുടിച്ചത് ഇവിടെ വെച്ചാണെന്നും അതിനുശേഷം ആ ശംഖ് ഇവിടെയുള്ള ഒരു കുളത്തിൽ വീഴുകയും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെയുള്ള ആൾക്കാർ ആ കുളം വറ്റിച്ചപ്പോൾ ആ കുളത്തിന്റെ ഉള്ളിൽ നിന്നും വലിയ ഒരു ശംഖ് അവർക്ക് കിട്ടി. പക്ഷേ ഒരുപാട് ആൾക്കാർ പരിശ്രമിച്ചിട്ടും ആർക്കും ആ ശംഖ് അവിടെ നിന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ കുളത്തിൽ ആ ശംഖ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ആ കുളത്തിന് ശംഖുകുണ്ട് എന്ന പേര് വരികയും ചെയ്തു. മന്ദാർ പർവ്വതത്തിന് ഹിന്ദുമതത്തിൽ മാത്രമല്ല ജൈനമതത്തിലും വലിയ പ്രാധാന്യമുണ്ട്. ജൈനമതത്തിലെ 12ാമത്തെ തീർത്ഥങ്കരനായ വാസുപൂജ്യ സ്വാമിക്ക് ജ്ഞാനം ലഭിച്ചത് ഇവിടെ വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാലാണ് ഇവിടെ ഒരു മനോഹരമായ ജൈന ക്ഷേത്രം പണിതിരിക്കുന്നത്. അതിനടുത്ത് തന്നെ ഒരു കാശി വിശ്വനാഥ ക്ഷേത്രവും നമുക്ക് കാണാം. ഈ പുരാതന പർവ്വതം ഇന്നും ഭക്തർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ ആകർഷണീയമാണ്. ഐതിഹ്യങ്ങളും ചരിത്രവും ഇഴചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം മനസ്സിൽ ശാന്തിയും സന്തോഷവും നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹർ ഹർ മഹാദേവ്. ഓം നമോ നാരായണായ.